ബംഗാളിലെ ഇലക്ഷന് ശേഷം നമ്മുടെ അതിഥി തൊഴിലാളികളെല്ലാം തിരിച്ചുപോയെന്നും കേരളത്തിലെ ബിസിനസിനെ അത് കാര്യമായിട്ട് ബാധിക്കുന്നു എന്ന് ഒരു കമന്റ് കേട്ടിരുന്നു. അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ സാറേ? അല്ല, അത് ശരിയാണ്. അങ്ങനെ ഒരു ന്യൂസ് ഉണ്ട്. ഇത് ഈ നിങ്ങൾ അതിഥി തൊഴിലാളി എന്ന് പറഞ്ഞത് എന്നോട്ടാണ് ഇതിങ്ങനെ അതിഥിയായത്? അതൊരു അന്യ സംസ്ഥാന തൊഴിലാളികളെന്നായിരുന്നു നമ്മള് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പോ അവരെ അങ്ങ് ഗ്രേഡ് ഒന്ന് കൂട്ടി. അപ്പൊ ഈ അതിഥി തൊഴിലാളികള് മോസ്റ്റ്ലി വരുന്നത് ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നുമാണ്. കൂടുതൽ കുറച്ചു പേരും മുമ്പ് ബീഹാറിൽ നിന്ന് വന്നിരുന്നു. അത് കുറഞ്ഞു. അവർക്ക് മറ്റ് റെയിൽവേസിലും ഒക്കെ കുറെ ജോലിയെ കിട്ടി. അവരൊക്കെ അങ്ങനെ അങ്ങ് എൻഗേജിനായി. കൂടുതലും വന്നുകൊണ്ടിരുന്നത് ബംഗാളികളും. പിന്നെ ബംഗാളികൾ ഇൻക്ലൂഡ്സ് ബംഗ്ലാദേശീസ്. അതാണ് പഴയ നമ്മളെ ബംഗാൾ, അൺഡിവൈഡഡ് ബംഗാൾ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരൊക്കെ തന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടോ കിട്ടിയ ട്രെയിൻ പിടിച്ച് 1 മാസത്തിനും 2 മാസത്തിനും മുമ്പേക്ക് ഇവിടെ നിന്ന് പോയി. അപ്പം എൻ്റെ അവിടെ ഒരു കൺസ്ട്രക്ഷന് വന്ന ഒരു റിപ്പയർസിന് വന്നുകൊണ്ടിരുന്ന ഒരു മേസൺ ഒരു സുപ്രഭാതത്തിൽ കോൺട്രാക്ട് പറഞ്ഞു, സാർ അയാൾ പോയി. എന്താ വെച്ചാൽ അയാൾക്ക് അന്ന് അങ്ങോട്ട് ടിക്കറ്റ് കിട്ടി, അയാൾ കളഞ്ഞിട്ടങ്ങ് പോയി. അത്ര വളരെ അവരത്രയും കൺസേൺ ആയിരുന്നു അവിടെ പോയി വോട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ അത് ഭരിച്ചില്ല അവരുടെ വോട്ടിംഗ് ഒന്നും. കാരണം നമ്മുടെ അവിടുത്തെ ഹിന്ദുക്കൾ കുറെ കൂടെ സ്മാർട്ട് ആയതുകൊണ്ട് അവർ സംഘടിക്കുകയും ഇവരുടെ ഈ ഇത് നടക്കാതെ പോയി. അപ്പോൾ അവർ ഈ പോയവര് പലരും തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള വാസ്തവമാണ്. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സോ കോൾഡ് ബംഗാളികൾ എന്ന് പറയുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശിലായിരിക്കണം. കാരണം ഇവരൊന്നും ഇലക്ഷന് പോയിട്ടില്ല. കാരണം അവർക്ക് അവിടെ ഈ വോട്ട് SIR വന്നപ്പോഴത്തേക്ക് ഇവരുടെ വോട്ട് പോയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഇവർ പോവാത്തത്. അവർ ഇനി അവിടെ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം കഴിഞ്ഞാൽ ഇവർ പിടിച്ച് പിന്നെ എന്താണ് ഐഡന്റിഫൈ, ഡിലീറ്റ്, ഡിപ്പോർട്ട് എന്ന് പറഞ്ഞ അവരുടെ പിന്നെ സ്കീമിൽ പെടുത്തി അങ്ങോട്ട് പറഞ്ഞു വിടും. ആദ്യം ഒന്നുകിൽ പോയില്ല, അവര് തന്നെ പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ തന്നെ അവര് തന്നെ ഓഫ് ദെയർ ഓൺ അവര് തിരിച്ചു പോകുന്നുണ്ട്. വലിയ ക്യൂ ആണ്. ഇവര് പോയില്ലെങ്കിൽ അവർ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ അവിടുത്തെ ഓരോ ഡിസ്ട്രിക്റ്റ് ഡീറ്റൻഷൻ സെന്റർ ബിൽഡ് ചെയ്തതാണ്. അപ്പൊ ഇവരവിടെ പിടിച്ചിടും, കുറച്ച് ദിവസം കഴിയും. അതാണ് സംഭവിക്കാൻ. അതുകൊണ്ട് ഇവർ പോകുന്നില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ ശരിക്കും സംശയിക്കേണ്ടതല്ല, ശരിക്കും ഉള്ള ഫാക്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നവര് നല്ലൊരു ശതമാനം ബംഗ്ലാദേശികളായിരിക്കണം. അപ്പൊ ഇപ്പൊ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇവരുടെ ക്യാമ്പുകളിലൊക്കെ ഒരു ഇൻസ്പെക്ഷൻ നടത്തണം. നടത്തിയിട്ട് ഇവരുടെ ഐഡന്റിറ്റി വളരെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഇവരിവിടെ നിർത്താൻ പാടുള്ളൂ. അതാണ് ഇവരുടെ പോക്കുവരത്തിനുള്ള കാര്യം. ഇനിയിപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? കുറെ പേര് വരുന്നില്ല, ശരിയാണ്. ഇവിടുത്തെ ഹോട്ടലുകളിലുള്ള ആൾക്കാരില്ല, പിന്നെ കൺസ്ട്രക്ഷൻ ആൾക്കാരില്ല. എന്റെ ചോദ്യം, ഇവിടെ ജനങ്ങളില്ലേ? 3.25 കോടി 3.25 കോടി ജനങ്ങളുള്ള സംസ്ഥാനമാണ്. ഇവിടെ ഇവരൊക്കെ എവിടെ പോയി? അല്ല സാർ, അതിനകത്ത് വേറൊരു സംഭവം, ഇവിടുത്തെ ഈ കേരളത്തിലെ ഈ നല്ലൊരു വിഭാഗം തൊഴിലാളികൾ വളരെ ചെറിയ പൈസയ്ക്കാണ് വിദേശത്ത് പോയി ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്ത് ശരീരവും അവരുടെ ആരോഗ്യവും ഒക്കെ കളഞ്ഞ് തിരിച്ചു വരുന്നത്. തീർച്ചയായിട്ടും ഗൾഫിലൊക്കെ 50 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് അവർ ജോലി ചെയ്യുന്നത്. അവിടെ പിന്നെ ചെറിയ ഇതൊക്കെ വയ്ക്കും, ഉച്ചയാകുമ്പോഴത്തേക്ക് പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ എന്നാൽ തന്നെയും ആ ക്ലൈമറ്റ് സഹിക്കാന്ന് പറഞ്ഞാൽ അസഹ്യമാണ് ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ അനുഭവിച്ച് കുറെ പേര് പോകുന്നുണ്ട്. ഇനിയിപ്പോ അല്ലാതെ ഇവിടെ ഉള്ളവർക്ക് എന്താ ജോലി? അപ്പൊ ഇതിന് ഒരു സൊല്യൂഷൻ ഞാൻ കാണുന്നത് 2 സൊല്യൂഷനുണ്ട്. ഉണ്ടല്ലോ, 3 എണ്ണം ഉണ്ടെന്ന് പറയാം. ഒന്ന്, ഡു ഇറ്റ് യുവർ സെൽഫ്. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പൊ നമ്മുടെ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ പോയി കഴിഞ്ഞാല് നമുക്ക് ഈ മെനിയൽ ജോബ്സിന് ആളെ കിട്ടില്ല, ഈ സർവീസിന് ആളെ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവരെല്ലാം മിക്കവാറും പിന്നെ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഈവൻ പെയിന്റ് അടിക്കുന്നവരെ, എൻ്റെ മകന്റെ വീട്ടിൽ ഞാൻ പോയപ്പോഴത്തേക്ക് അവിടെ അയാളുടെ പിന്നെ കാർഷെഡ് ഒരു വലിയ വർക്ക്ഷോപ്പ് പോലെ ഉണ്ട്. കാരണം എല്ലാ ടൂൾസും ഉണ്ട്. ഇത് ചെയ്യാൻ കാർപ്പൻട്രി, ഇതിനൊക്കെ അവർ. അപ്പൊ നമുക്കും ആ ലെവലിൽ ഇവിടെ നമ്മളിപ്പോ എന്താ രാവിലെ എഴുതിട്ട് പലരും ഇത്തവണ നമ്മൾ ഓർക്കേണ്ടത് ഈ നമ്മുടെ റിട്ടയർ ചെയ്യുന്ന 56 വയസ്സിലാണ്. 56 വയസ്സ് കഴിഞ്ഞാൽ ഒരു അൺസ്പെൻഡ് ഫ്യൂവൽ ഇവരുടെ എല്ലാം ഒരു 20 വർഷത്തെ ഉള്ള അറ്റ്ലീസ്റ്റ് 14 years of unspent fuel is
വിദ്ധം Right. എല്ലായിടത്തും ഉണ്ട്. അവർക്കൊക്കെ ഇത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതൊക്കെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതിനാണ് നമ്മൾ പലപ്പോഴും കസേരയിൽ കിടന്നിട്ട് ഈ ആളെ വിളിച്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്കിതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് നമ്മൾ തന്നെ ചെയ്യാനുള്ള. അത് ഒരു മാനസികാവസ്ഥ ഒന്ന് മാറി കിട്ടിയാൽ മതി. അപ്പൊ അങ്ങനെ ചെയ്യാം. ഒരു ക്യാമ്പയിൻ കൊണ്ട് നമുക്ക് ചാനൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറെ ചർച്ച ചെയ്യും, കുറച്ച് ഡെമോൺസ്ട്രേഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഓട്ടോമാറ്റിക് ആയിട്ട് അഡോപ്റ്റ് ചെയ്തോളൂ. ഇതിലൂടെ കൊണ്ടുവരണം. അതെ, ഇതിപ്പോ ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് മാത്രമാണ്. നല്ല പെൻഷനാണ്, ഹെവി പെൻഷനാണ്. ഇപ്പൊ മിലിറ്ററിയിലുള്ള ഈ ഇടയ്ക്ക് ഒരു കേണൽ പറഞ്ഞു കേട്ടെ 2.5 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ പെൻഷൻ എന്ന്. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ പെട്രോൾ വില കൂടിയാലും പ്രശ്നമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അപ്പോ അങ്ങനെ ഭയങ്കര ഭാരിച്ച പെൻഷനും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് പലരും. അപ്പൊ അതിൽ നിന്ന് ഇവർക്ക് ഇപ്പൊ ഇങ്ങനെ ഓരോ സ്വതന്ത്രം കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. പക്ഷെ അത് ഇങ്ങനെ ആളില്ലാന്ന് കാണുമ്പോൾ ഇതുവർ ചെയ്യാൻ തയ്യാറാവും. അത് നമുക്കൊരു പോസിറ്റീവ് ഇഫക്റ്റ് ആയിട്ട് വരും. അപ്പൊ അതൊന്ന് ഡു ഇറ്റ് യേഴ്സ്. പിന്നെ ചെയ്യാന്നുള്ളത് നമ്മുടെ സർക്കാർ അതിനൊരു വിൽ പവർ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് 1978 PK മന്ത്രിസഭ കൊണ്ടുവന്ന പെട്രോൾ വർക്കേഴ്സ് ആക്ട്, അത് റിപ്പൽ ചെയ്യണം. അത് എടുത്തു കളയണം. അതാണ് എന്റെ ക്രക്സ്. അതെടുത്ത് ഇപ്പൊ നമ്മൾ കാണാം നമ്മുടെ പാതയോരങ്ങളൊക്കെ, നമ്മുടെ ഫുട്പാത്തുകളെല്ലാം കയ്യേറി അവര് പക്ക ഇതൊക്കെ ഉണ്ട്, ഓഫീസൊക്കെ ഉണ്ടാക്കിയിട്ട് അടച്ചു കുട്ടി അവിടെ ആ ഭാഗത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഇറങ്ങി റോഡിൽ കൂടെ പോകണം. അപ്പൊ അങ്ങനെ അത് അവരുടെ റൈറ്റ് ആയിട്ട് വെച്ചിരിക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അവിടെ കിടന്ന് ഉറങ്ങുക. ആരെങ്കിലും ഒരു ലോഡ് വന്നു കഴിഞ്ഞാൽ അതിൽ കയറി പിടിച്ച് അവനെ കൊന്ന് കാച്ചു വാങ്ങിക്കുക. ഇതാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ ഈ ഇതുള്ള സ്ഥിരം തൊഴിലാളികളുള്ള തൊഴിലുടമകൾ പോലും ഈ അവിടെ നിന്ന് പൂളിൽ നിന്ന് എടുക്കാൻ പോലും അവിടെയുള്ള തൊഴിലാളികളും പൂളിൽ രജിസ്റ്റർ ചെയ്യണം. പിന്നെ ഹൈക്കോടതികളും സുപ്രീം കോടതിയും ഒക്കെ വളരെ വ്യക്തമായിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇവര് അവരുടെ തൊഴിൽ ചെയ്യാനുള്ള അവകാശത്തെ ഇത് ചെയ്യാൻ പാടില്ല. ഇവരവിടെ അനധികൃതമായിട്ട് അവർക്ക് സ്വരം തൊഴിലാളികളുണ്ട്, അവരോട്ട് ചെയ്യിപ്പിക്കാം. അതിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് വരെ കോടതികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇവിടുത്തെ നടപ്പാക്കുന്നില്ല. നോക്കുകുത്തി പാടില്ല എന്ന് ഇവിടെ പിണറായി വിജയൻ ഒരിക്കൽ പറഞ്ഞു. അപ്പൊ ഞാനൊക്കെ വിചാരിച്ചു ഇയാൾ വളരെ ഫോർവേഡ് തിങ്കിങ് ആയിട്ട് ചിന്തിക്കുന്നല്ലോ, ഒരു റേ ഓഫ് ഹോപ്പ് ഉണ്ടല്ലോ എന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ അതായത് വെറും ആലങ്കാരികമായിട്ട് പറഞ്ഞാണ്. പല കള്ളങ്ങൾ പറയുന്നതിനകത്ത് ഒരു കള്ളം മാത്രമേ അതായിരുന്നുള്ളൂ. അതെ അതായത് അഹന്തയോടി പറഞ്ഞ ഒരാള് കഴിഞ്ഞ CPS കാനം രാജേന്ദ്രൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇതിനെ സാധൂരിച്ചാണ് പറഞ്ഞത്, ഈ നോക്കുകൂലി. അപ്പൊ അവര് ഈ ആക്ട് റിപ്പൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ കിടന്ന് ഉറങ്ങുന്നവരൊക്കെ അവരുടെ അടുത്തെല്ലാം ജോലി ചെയ്യാൻ പറയും. അപ്പോൾ ഹോട്ടലുകളിലും എല്ലായിടത്തൊക്കെ ലേബർ മാർക്കറ്റ് ഓപ്പൺ ആവും. അവർക്ക് മാന്യമായ ശമ്പളം കിട്ടും, തൊഴിൽ സംസ്കാരം വളരും. അങ്ങനെ നമുക്ക് ഈ പ്രോബ്ലത്തിനെ ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു നടപടി എടുക്കാം. എന്താ അത് പക്ഷേ എത്രത്തോളം പ്രായോഗികമാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഉള്ള മേജറായിട്ടുള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJP ഇവര് തീരുമാനിക്കുകയാണ് നമുക്ക് ഈ രാവിലെ ഡയറിയും കഷത്ത് വെച്ച് ഈ രാജ്യം നന്നാക്കി അടങ്ങുമെന്ന് പറഞ്ഞിറങ്ങുന്ന ഒരു പടയുണ്ട്. ആ പട വേണ്ട. രാഷ്ട്രീയ തൊഴിലാളികൾ അതിനകത്ത് നമുക്കൊരു ഇത് വയ്ക്കാം, റെസ്ട്രിക്ഷൻ വയ്ക്കാം. ഓരോ മണ്ഡലത്തിലും ഇത്ര ആൾക്കാർ പാർട്ടി പ്രവർത്തനം, ഓരോ പാർട്ടിക്കാരും ഇത്ര ആർട്ടിക്കൾ പാർട്ടി പ്രവർത്തനം, അവർക്കുള്ള പൈസ രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്തോട്ടെ, അതാത് പാർട്ടികൾ കൊടുത്തോട്ടെ. അവർക്ക് ഫണ്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ ഫണ്ടൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ചെയ്ത് അതിനകത്ത് അപ്പം എന്ത് പറ്റും? അത് റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കുറെ എക്സസ് വർക്ക് ഫോഴ്സ് വരും. അവരെ ഈ ലേബർ മാർക്കറ്റിലൂടെ ഇത് മൂന്നും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രശ്നത്തിന് നല്ലൊരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ സാറ് പോയിന്റ് ചെയ്യുന്ന ഒറ്റ കാര്യത്തിലേക്കാണ്, ഒരു ലേബർ മാർക്കറ്റ് റീഫോർമേഷൻ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് സാർ വയ്ക്കുന്ന സജഷൻ. വേണമല്ലോ, അതല്ല നമുക്ക് എവിടെയെങ്കിലും മുട്ടി നിൽക്കണ്ടേ. ഇങ്ങനെ പോയാൽ അങ്ങനെ ശരിയാവും. അപ്പൊ അത് വരും, അത് സ്വാഭാവികമായിട്ട് മാർക്കറ്റ് തന്നെ ഇവോൾവ് ചെയ്ത് പോകും. അതിന് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞ പോലെ ആൾക്കാരെ നമ്മൾ ഇതൊന്നും മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതെല്ലാം നമ്മളിപ്പോ അമേരിക്ക നമുക്ക് ന്യൂക്ലിയർ ടെക്നോളജി തരായിരുന്നപ്പോഴും നമ്മളതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ തന്നെ കണ്ടുപിടിച്ചു. കുറച്ച് ഡിലേ വന്നു അതുപോലെ ഇത് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. ഇവര് ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഇവര് പരാതിക്കുന്നത് നല്ലതാണ്.
അപ്പൊ ഇത് ഈ അവിടുത്തെ ബംഗ്ലാദേശികളൊക്കെ അവര് കണ്ടുപിടിച്ച് പറഞ്ഞു വിട്ട് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഗ്ലട്ട് ഉണ്ടാവും. ഗ്ലട്ടല്ല, അവിടെ ഒരു വാക്യൂം ഉണ്ടാവും. ലേബർ ഫോഴ്സ് കുറവാകുന്നു. എസ്പെഷ്യലി ഇപ്പൊ പുതിയ ഇത് കേട്ടല്ലോ, അവിടെ ഒരു എന്താണ് ഓയിൽ ഡെപ്പോസിറ്റ് ഉണ്ടെന്നും അത് ബംഗാളിൽ അത് മമത മനഃപൂർവ്വം അത് പൂഴ്ത്തിവെച്ചു എന്നൊക്കെ ഒരു ന്യൂസ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ വരുമ്പോഴത്തെ ഒരുപാട്, അത് മാത്രമല്ല ഇപ്പൊ പുതിയ ഗവൺമെന്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ വരും. അമേരിക്കൻ ഹെഡ്ലിയൊക്കെ വന്നതിനല്ലേ, ചുമ്മാ വന്നതല്ലോ. അപ്പൊ അവരൊക്കെ അവിടെ ഇൻവെസ്റ്റ്മെന്റുകൾ വരും. അവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മുടെ പ്രീ ഇൻഡിപെൻഡൻസ് ഏറ്റവും പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു. ഒരുപാട് ഹെവി ഇൻഡസ്ട്രീസ് ഉള്ള സ്റ്റേറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേറ്റില് ഇൻവെസ്റ്റ്മെന്റ് വരും. ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലേബർ മാർക്കറ്റ് ഡെവലപ്പ് ആവും. അപ്പൊ ഇവരൊക്കെ താനേ തിരിച്ചു പോയിക്കോളും. ഇവിടെ തിരിച്ചു പോകാത്ത ആളുണ്ടെങ്കിൽ ബംഗ്ലാദേശി ആയിരിക്കും. അവരെ നമ്മളെ സർക്കാർ കണ്ടുപിടിച്ച് അതോളം ഇവിടെ ഒരു വേറൊരു മമതാ ബാനർജിയാണ് ഇപ്പൊ നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത് എത്രത്തോളം പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമുക്ക് പറയാമല്ലോ, ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാമല്ലോ. ഇത് ചെയ്യണമെന്നും പറയാമല്ലോ. രാജ്യ താല്പര്യത്തിന് പേരിലാണ് നമ്മൾ പറയുന്നത്. അത് അവർ ചെയ്യുകയാണെങ്കിൽ രാജ്യത്ത് നല്ലതാണ്. മാത്രമേ എനിക്ക് പറയാനുള്ളൂ.